ഹലോ ഗൈസ്, എന്തെല്ലാം വിശേഷം? സുഖല്ലേ? അപ്പോൾ ഇത് എൻ്റെ യൂട്യൂബിലെ ഫസ്റ്റത്തെ വീഡിയോ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇടും, എന്തായാലും ഇടണം നമുക്ക്. അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഇന്ന് ജൂൺ 30 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ കാണുന്നത് ഇപ്പോൾ ഇന്നലെ ആയിരിക്കും. അപ്പോൾ അപ്പോൾ ഇന്ന് തന്നെ ഒരു വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ ഇടാന്ന് വിചാരിച്ചു. അങ്ങനെ എടുക്കുന്ന വീഡിയോ ആണ്. എന്താ പറയേണ്ടതെന്നൊന്നും അറിയില്ല. എന്താ ഇപ്പൊ പറയണ്ടേ? ആദ്യമേ ബർത്ത്ഡേന്റെ കാര്യം പറയാം. അള്ളാന്റെ മോനെ, ഞാനില്ലേ എന്താ വെച്ചേ, ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. എത്ര മെസ്സേജ് വന്നറിയോ? അത്രക്ക് വന്നു. ഞാൻ ഇരുന്ന് റിപ്ലൈ കൊടുത്ത് പറ്റുന്ന പോലെ എല്ലാവർക്കും കൊടുത്തിന്, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും വിചാരിച്ച്. കുറെ ആൾക്കാരില്ലേ പാരഗ്രാഫ് എന്താ പറയാ എസ് റൈറ്റിംഗ് എഴുതി അയച്ചിന്. അക്കറിയില്ല എന്ത് കണ്ടിട്ടാവും അക്കറിയില്ല. അതോ കഴിയല. ഞാൻ ഇതെല്ലാം ഒരിക്കൽ ആഗ്രഹിച്ച സാധനമാണ് ഇത്. എന്താ വെച്ചാല് കുറെ ആൾക്കാരിങ്ങനെ അറിയണം, മീൻസ് ഒന്നുമില്ല, എന്തെല്ലോ വിചാരിച്ചിന്. അപ്പൊ അതെല്ലാം ഇങ്ങനെ ഓരോന്നായിട്ട് നേടുന്നുണ്ട്. അതിലിങ്ങനെ ആലോചിക്കുമ്പോൾ സന്തോഷം. കാരണം വെച്ചാൽ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഞാൻ ഒരു വീഡിയോ ഇട്ടു. ഫസ്റ്റ് രണ്ടാമത്തെ എൻ്റെ ഓൺ വോയിസാ. രണ്ടാമത്തെ ഓൺ വോയിസിൽ എന്താ പറയാ, കുറച്ച് ഇങ്ങനെ ബർത്ത്ഡേക്ക് മെസ്സേജ് അങ്ങനെയെല്ലാം വന്നിനു. പിന്നെ ഈ ബർത്ത്ഡേ എന്ന് വെച്ചാൽ കഴിഞ്ഞ കൊല്ലം വെച്ച് കമ്പയർ ചെയ്യുമ്പില്ലേ, ഒന്നും പറയാനില്ല. എല്ലാത്തിലും മെസ്സേജ് വാട്സാപ്പിലുണ്ട്, പിന്നെ യൂട്യൂബിന്റെ കമന്റ്സില്, പിന്നെ എന്താ പറയാ, ഇൻസ്റ്റാഗ്രാം മൊത്തത്തില് ഒന്നും പറയാനില്ല. അതില് മൊത്തത്തിൽ മെസ്സേജ് ആയിരുന്നു. ഞാൻ കുറെ എല്ലാവർക്കും പറ്റുന്ന പോലെ എല്ലാവർക്കും റിപ്ലൈ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നത്. കാണുന്ന എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നത്. കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും. അപ്പം ഒരാളെതെല്ലാം വായിക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. കാരണം വെച്ചാൽ എപ്പം ഇതുപോലെ വീഡിയോ ഇടുമ്പോൾ ഹാപ്പി ആവുന്നുണ്ട്, മറ്റാവുന്നുണ്ട്, അങ്ങനത്തെ എല്ലാം കേൾക്കുമ്പോൾ നമ്മൾ സന്തോഷമാവില്ലേ, നമുക്ക് ഒരു ഹാപ്പിനെസ് വരും. അങ്ങനത്തെ ഒരു സീന്. എന്താ പറയാ, അനക്ക് അറിയില്ല എന്താ പറയണ്ടേ, സത്യം പറയാലോ. അനക്ക് ഈ പാരഗ്രാഫ് എല്ലാം അയച്ചാലേ എന്തെല്ലോ പറഞ്ഞവരെ നല്ല അടിപൊളിയായിട്ടുള്ള ഇതെല്ലാം അയച്ചിന്. പക്ഷെ എനിക്ക് അതിനെന്താ റിപ്ലൈ കൊടുക്കണ്ടേ? എനിക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്. ഇതിപ്പോ എങ്ങനെ എക്സ്പ്രസ് ചെയ്യേണ്ടത് എനിക്കറിയില്ല. ഇങ്ങനെ ഇപ്പൊ പറയാ എന്താ റിപ്ലൈ കൊടുക്കേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്ക് അങ്ങനെ കൺഫ്യൂഷൻ ആവും. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പറയും ഞാൻ. ചിലപ്പോ മണ്ടത്തരാവും, ചിലപ്പോ അടിപൊളിയായിരിക്കും. അപ്പൊ അങ്ങനത്തെ എല്ലാം കുഴപ്പമുണ്ട്. അപ്പൊ ആദ്യമായിട്ടല്ലേ, ശരിയാവുമായിരിക്കും. അപ്പൊ എന്തും കൊണ്ടെന്ന് വെച്ചാൽ അൽഹംദുലില്ലാ റാഹത്തായിട്ട് അങ്ങനെ എന്തോ വിചാരിക്കാത്ത ഒരു സംഭവം ഇതല്ലോ. പിന്നെന്താ പറയാ, ഞാൻ സൗദിയിൽ കയറിയതിന് ശേഷമാണ് ഇങ്ങനെ ഫോളോവേഴ്സ് എല്ലാം കയറി ഇങ്ങനെ വ്ളോഗെല്ലാം ഇടാന്നുള്ളൊരു മൂഡ് വന്നത്. എന്നെ അറിയുന്നവർക്ക് അറിയായിരിക്കും. ഞാൻ പണ്ടെല്ലാം ബാക്കിയുള്ള ആളെ വീഡിയോസും ഞാൻ ക്യാമറന്റെ ബാക്കിലായിരുന്നു പണ്ട്. എന്റെ അങ്ങനെ മോന്ത കാണിക്കലുണ്ടെങ്കിൽ സംസാരിക്കലില്ല. പിന്നെ ഇപ്പൊ അടുത്താണ് മോന്തയെല്ലാം കാണിക്കാൻ തുടങ്ങി. പറഞ്ഞു വെച്ചാല് മോന്ത, മുഖം മുഖം കാണിച്ചിട്ട് വീഡിയോ ഇട്ടിട്ട് സംസാരിക്കാൻ തുടങ്ങി ഈ അടുത്താ. അപ്പം ഈ അടുത്ത് തന്നെ ഇത്ര ആൾക്കാർ, മീൻസ് കുറച്ചായിട്ടുള്ളൂ, കൂടിപ്പോയാലും ഒരു 8-9 മാസമായി. ഇവിടെ വന്നിട്ട് ഇപ്പൊ ഒരു കൊല്ലാന്നുള്ളൂ. ഇവിടെ വന്നിട്ട് ഒരു 3-4 മാസം കഴിഞ്ഞ് ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങുന്നത്. അപ്പൊ കുറച്ചായിട്ടുള്ളൂ. വ്ളോഗെല്ലാം ഇട്ട് സൂപ്പറായി. പ്രത്യേകം എൻ്റെ ഒരു ചങ്ങായി ഉണ്ടായിരുന്നു. അയാൾ ഫസ്റ്റ് വീഡിയോ എല്ലാം കണ്ട ഓനെല്ലാം മെയിൻ ആയിട്ട്, ഓനെല്ലാം കൂടുമ്പോൾ ഉള്ള ആ തമാശകളാണ് നിങ്ങൾക്ക് അധികം ഇഷ്ടപ്പെട്ട്. സംഭവില്ലേ, ഫോൺ ചൂടായിട്ട് ഓഫ് ആയ നിൽക്കുന്നത് അതാട്ടോ. ഇടക്കിടക്ക് ഒരു കട്ട് വരുന്നുണ്ടാവും എന്തായാലും. ഇപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ചങ്ങായി, അതായത് ഓന്റെ പേരെന്താ പറയുക, ഷാനു നമ്മൾ വിളിക്കുക, ഷെയ്ന്ന പേര്. ഓനൊക്കെയാണ് മെയിൻ. ഓനെല്ലാം ഉണ്ടായോണ്ട് ഫസ്റ്റത്തെ വീഡിയോയിൽ നിങ്ങൾ ഇരുന്ന് കണ്ടേന്നെ. അല്ലാണ്ട് അന്റെയും മോന്ത കണ്ടിരിക്കണം, ആര് കാണാനാ. നമ്മൾ ആ ഇടയിലുണ്ടായ തമാശകൾ ഞാൻ പിന്നെ ഒപ്പിയെടുത്ത് നല്ല നല്ല ഭാഗങ്ങൾ കട്ട് ചെയ്ത് നിങ്ങളുടെ ഇടയിൽ റീൽസ് ആയിട്ട് ഇട്ടപ്പം കുറെ ആളതിൽ അടിച്ചു കയറി. നമ്മൾ ഫസ്റ്റ് റീൽ ഇട്ടപ്പോ തന്നെ നമ്മൾ ഇത്ര കയറുമെന്ന് വിചാരിച്ചില്ലായിരുന്നു. ഫസ്റ്റ് വ്ളോഗ് ഇട്ടത് ബലത്. അത് കേറുന്ന കണ്ടിട്ട് നമുക്ക് രണ്ടാക്കും പിന്നെ മോട്ടിവേഷനായി. പിന്നെ രണ്ടാമത് തൊട്ട് പിന്നെ അങ്ങനെ ഇട്ട്, പിന്നെ അതിന് തന്നെ കുറച്ച് വേറെ വേറെ കണ്ടന്റ് മുറിച്ച് പറയുന്ന ഇട്ട്, എല്ലാം കൊണ്ട് നിങ്ങളുടെ ഇടയിലെത്തി. അങ്ങനെ നല്ല യൂട്യൂബിൽ നല്ല ഷോർട്സ് ഇട്ടിട്ട് നല്ല ഇടാൻ തുടങ്ങിയപ്പോ ഇപ്പൊ അടുത്ത് തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ പണ്ടേ തുടങ്ങിയാന്ന് വിചാരിച്ചു. പിന്നെ ഭയങ്കരമായിട്ട് അടിച്ച് ഇപ്പൊ തുടങ്ങി. ഇപ്പൊ അതും 10K ആയി. ഔ, 10K കഴിഞ്ഞിപ്പോ ഇപ്പൊ എത്രയോ കയറി, ഇത്ര ഓർമ്മയില്ല. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. അപ്പം ഇപ്പൊ എന്താ ഞാൻ പറയണ്ടേ, ഫോൺ ചൂടായിട്ട് ഓഫായി പോകുന്നുട്ടോ. അതാ ഇടക്കിടക്ക് പോകുന്നത്. ഇപ്പൊ ഓഫ് ആയിട്ടില്ല. അത് കാണൂല, ഞാൻ ബാക്ക് ക്യാമറയിൽ എടുക്കുന്നോണ്ടേ മുമ്പിൽ എന്താ സംഭവിക്കുന്നത്. ഞാൻ രണ്ടോട്ടം വീഡിയോ ഷൂട്ട് ചെയ്ത് കയറി. അപ്പൊ എന്തെല്ലാം പറഞ്ഞത് മറന്നു പോയി. അപ്പൊ അതൊക്കെ തന്നെ പറയാനുള്ളത്. പിന്നെ മോനെ ബർത്ത്ഡേ തന്നെ പറയാനുള്ളത്. പാരഗ്രാഫ് പോട്ടെ, നമുക്ക് ജിമെയിലിൽ വരെ മെസ്സേജ് ഇടാ. ചിന്തിച്ചു നോക്ക്, മെയിൽ അയക്കണമെങ്കിൽ മെയിലിൽ ഒരു പാരഗ്രാഫ്, 2-3 ആള്, കുറച്ചാളുള്ളൂ, 2-3 ആള് പാരഗ്രാഫ് അതിലും. ഞാൻ റിപ്ലൈ കൊടുത്തില്ല, ഇപ്പൊ ഓർമ്മ തന്നെ. അയ്യോ, അത് കൊടുക്കണം. അപ്പൊ അങ്ങനെയെല്ലാം അയക്കുമ്പോ ഇല്ലേ മോനെ, എന്താ പറയണ്ടെന്ന് അറിയില്ല. എല്ലാവർക്കും സന്തോഷാട്ടെ. എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കും. ഒരു ഹാപ്പി, അങ്ങനെ ഹാപ്പി ആണെന്റെ ആട്ടെ. പിന്നെ എന്റെ വീഡിയോസ് കണ്ടിട്ട് കുറെ ആൾ അഭിപ്രായം പറയുമ്പോൾ അത് വലിയ സന്തോഷമാണ്. എന്റെ ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ വീഡിയോ ഇടുക, അഭിപ്രായങ്ങൾ കേൾക്കുക, അത് എന്തും ആയിക്കോട്ടെ, കുറ്റിയായിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതൊന്നും
കുഴപ്പമില്ല. ഇതുവരെയായിട്ട് നെഗറ്റീവ് വന്നിട്ടില്ല. നെഗറ്റീവ് വന്നാൽ സെലിബ്രിറ്റി ആയിന്നാ പരിക്കേറ്റം വന്നിന് ഏതോ വീഡിയോക്ക് അടിയിൽ 2-3 വീഡിയോന്റെ അടിയിൽ വന്നിന്. അപ്പോ എന്താ പറയണ്ടേ, വേറെ നമുക്ക് പറയാനില്ല. അപ്പൊ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് എല്ലാം ഇടണമെന്നുണ്ട്, ഇടും. നിങ്ങളെ മുമ്പിൽ ഇനിയും വരും. സപ്പോർട്ട് ചെയ്യുക. അയ്യോ ശരിയെന്നാ പറയുന്നതിന് മുമ്പ് എല്ലാവരോടും താങ്ക് യു ട്ടാ, അത്രയും മെസ്സേജിന് അത് പറയാൻ വിട്ട്. താങ്ക് യു സോ മച്ച്. ഇത് പറയാനില്ല. ഇതുപോലെ ബർത്ത്ഡേക്കെല്ലാം ഇങ്ങനെ മെസ്സേജ് വരുമെന്ന് വിചാരിച്ചിട്ടില്ല. അപ്പൊ കഷ്ടപ്പെട്ട എല്ലാവരും എഫേർട്ട് ഇട്ട് അയച്ചതിന് എല്ലാവർക്കും. കറക്റ്റ് 12 മണിക്ക് വെച്ച ടീം ഉണ്ട് കേട്ടോ. അയ്യോ അത് പറയണ കറക്റ്റ് 12 മണിക്ക് ഇങ്ങനെ ഒക്കെ ഓർമ്മയില്ല എന്റെ ബർത്ത്ഡേ. പരക്കെ മെസ്സേജ് ചെയ്തു. നാട്ടിലത്തെ 12 മണി, ഇവിടെ 10 മണി അങ്ങനെ എന്തായിട്ടുള്ളൂ. പരക്കെ മെസ്സേജ്. ഞാൻ ചെന്താപ്പാ അതെല്ലാം ആലോചിക്കുമ്പോൾ വളരെ സന്തോഷം. എനിക്ക് തന്നെ ഓർമ്മയില്ലാത്തത് കുറെ ആലോചിച്ചെന്ന് പറയുമ്പോൾ ഇപ്പൊ ഇതുപോലത്തെ വീഡിയോസ് എല്ലാം ആയിട്ട് ഞാൻ വരും കേട്ടോ. എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ ഓൾ കൈൻഡ് ഓഫ് വിഷസ്. അപ്പോൾ എല്ലാവരും എനിക്കും ഇഷ്ടമാണ് ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് ഞാൻ വരും. ഓക്കെ, അപ്പോൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലടിക്കുക, പിന്നെ കമന്റ് അടിക്കുക, എല്ലാം ചെയ്യും. ഓക്കെ, ശരി എന്നാ.